ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. എങ്ങനെ പരിഹരിക്കപ്പെടണം? ആടെ എത്രയുണ്ടായിരുന്നു? ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു എണ്ണം പറയുമ്പോ അതിന്റെ രേഖ കാണിക്കണം. വെറുതെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ പോരാ. എണ്ണം പറയുമ്പോ ആധികാരികമായിട്ടുള്ള രേഖ കാണിക്കണം. പറയരുത്. സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യജീവി എന്ന നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതയും കടമയും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ നിറവേറ്റണമെങ്കിൽ നമ്മളുടെ ചർച്ച ശരിയായ രീതിയിൽ പോകണം. എന്തുകൊണ്ട് ആന ഇറങ്ങുന്നു, അതിനുള്ള സാധ്യതകൾ എന്താണ്, എത്രമാത്രം വനം നിങ്ങൾ ചർച്ചകളിലൂടെ പറഞ്ഞ അത്ര വനം ഇത്ര ശതമാനം വനം, ഇതൊക്കെ സത്യമാണ്. ഈ കാര്യത്തിന് ഉത്തര ചോദ്യമാണ് ഞാൻ ആദ്യം സാറിനോട് നമ്മൾക്ക് ഉത്തരം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ. ഞാൻ 2 മിനിറ്റ്. നമ്മളുടെ ഇവിടെ എന്തൊക്കെയാണ് വനത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? ഭരണപരമായ കാര്യങ്ങൾ. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവർ അദ്ദേഹം. അപ്പോൾ ഇവരോട് പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് വനത്തിൽ ഇവർക്ക് ഇപ്പം നമുക്ക് ആനക്കുളങ്ങളില്ലാതെയായി, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ചില മൃഗങ്ങൾ കൂടുന്നു. ഇപ്പോൾ നാട്ടിൽ അണ്ണാൻ എല്ലാ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി കർഷകരുടെ കാര്യം ഇവരാരും കാര്യമായി സംസാരിച്ചിട്ടില്ല. കർഷകർക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഒരു സാധനം ഒരു വളപ്പിലില്ലാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണണം. ഇതിന് മൊത്തത്തിലൊരു പരിഹാരമാണ്, കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നോക്കൂ, വനത്തിലെ സാധനങ്ങൾ അവർക്കില്ല. വനത്തിൽ ഉണ്ടാവേണ്ടതായ സാധനങ്ങളില്ല. പിന്നെ ഏകവിളത്തോട്ടങ്ങൾ. ഇപ്പം നമ്മളിവിടെ വനം വകുപ്പ് തന്നെ ഇതിലൊരു ഉത്തരവാദിയാണ്. കാരണം നമ്മളിവിടെ തേക്ക് വനംവകുപ്പ് മാത്രമാണോ ഉത്തരവാദി? നോക്കൂ, നമ്മുടെ തേക്ക് പ്ലാന്റേഷൻ, അൽബീസിയ പ്ലാന്റേഷൻ, യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ, വനസംരക്ഷണത്തിൽ പ്രാധാന്യമുള്ളത് അതോ എല്ലാവർക്കും ഉണ്ടോ? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ചോദിച്ച ചോദ്യത്തിനും കൊണ്ടുള്ള ഉത്തരവാണ് ഒന്നിച്ച് പറയുകയാണ്. ഈ വനസംരക്ഷണം എന്നുള്ളത്, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഏകപക്ഷീയമായി നടക്കേണ്ടതെന്നല്ല. ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ് ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ എന്നാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സംരക്ഷണത്തിന് മാത്രമേ സുസ്ഥിരമായ വികസനം പരിസ്ഥിതി യോജിക്കുന്നു. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പരിസ്ഥിതി തീവ്രവാദം അല്ലെങ്കിൽ ഒരു തന്നെ മൗലികവാദത്തോളം എത്തി നിൽക്കുന്ന ഒരു പരിസ്ഥിതി കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്കാവില്ല. പ്രായോഗികമായ ഇവിടെ ആനയുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ കണക്കും നിങ്ങളുടെ ശാസ്ത്രീയതയും നിങ്ങളുടെ സാമൂഹ്യ ബോധവും നിങ്ങളുടെ ഉദ്യോഗസ്ഥ തലത്തിൽ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കാര്യം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ ഈ മനുഷ്യർക്കത് മനസ്സിലാകില്ല. ഇവർക്കത് മനസ്സിലാകണമെങ്കിൽ ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ വികാരം തയ്യാറാവണം. അത് പറയാനാണ് സാറിന്റെ തലമുറ ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ നിൽക്കുന്ന ആൾക്കാരിലുള്ള പ്രായത്തിലുള്ളവർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതിയോ? വരും തലമുറയ്ക്ക് വേണ്ടിയും ജീവിക്കാൻ മാറ്റി വെക്കണോ? നിങ്ങൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടുപഠിച്ചതും പറഞ്ഞു പഠിപ്പിച്ചതും പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ മനുഷ്യരുടെ വികാരത്തിനൊപ്പം നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, 10 பேர் வந்து நின்னுக்குறாங்க. அளமா சொல்லிது புரிஞ்சா? ഇവിടെ സംസാരിക്കുന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.